ബിഗ് ബോസ് മലയാളം സീസൺ 7 നോമിനേഷനിൽ വന്നവരെ എല്ലാം ലാലേട്ടൻ എണീപ്പിച്ച് നിർത്തുന്നുണ്ട്. എന്നിട്ട് അനീഷിനോട് ചോദിക്കുന്നുണ്ട്, അനീഷ് ഞാനൊരാളെ സേഫാക്കാൻ പറഞ്ഞാൽ അനീഷ് ആരെ പറയും എന്ന് പറയുന്നു. അനീഷ് പെട്ടെന്ന് തന്നെ ഷാനവാസിൻ്റെ പേരാണ് പറഞ്ഞത്. എന്നിട്ട് അതെന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും, എനിക്ക് ഷാനവാസിനെ ഭയങ്കര ഇഷ്ടമാണ്, അതുമല്ല ഷാനവാസ് ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്, അതുമല്ല മരുന്നും ഒക്കെ കഴിക്കുന്ന ഒരു ചെറിയ പ്രോബ്ലം ഉള്ള ആളാണെങ്കിൽ പോലും നല്ല രീതിയിൽ കളിക്കുന്ന ഒരു മനുഷ്യനാണ്. പിന്നെ അതുമല്ല പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ സിനിമയിൽ ഒരുപാട് ചാൻസ് കിട്ടേണ്ട ആളാണ്. പ്രത്യേകിച്ച് തമിഴ് സിനിമ എന്ന് പറയുന്നുണ്ടെങ്കിൽ ലാലേട്ടൻ ചോദിക്കുന്നത് എന്താ മലയാളത്തിൽ പറ്റില്ലേ എന്ന് ചോദിക്കുന്നത്. അപ്പം അതല്ല, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ പറയുവാണ്, തമിഴിൽ നല്ല മാസ് വില്ലൻ റോളൊക്കെ അവസരം കിട്ടേണ്ട ഒരാളാണ് ഷാനവാസ്. നല്ല ബ്രൈറ്റ് ഫ്യൂച്ചറുള്ള ഒരു ആളാണ് ഷാനവാസ് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. അതുകൊണ്ട് ഷാനവാസാണ് ഇവിടെ നിൽക്കേണ്ട ആളെന്ന് അനീഷ് പറയുന്നുണ്ട്. അപ്പം ലാലേട്ടൻ ചോദിക്കുന്നത് അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് ചോദിച്ചപ്പോൾ അതെ, എനിക്ക് അത്രയ്ക്ക് ഷാനവാസിനെ ഇഷ്ടമാണെന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഷാനവാസിനോട് ചോദിക്കുന്നത് ഈ വീട്ടിൽ ആരെയാണ് സേഫ് ആക്കാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഷാനവാസ് അനിമോളുടെ പറയും. അപ്പം ലാലേട്ടൻ ചോദിക്കും, എന്നിട്ട് നിങ്ങൾക്കപ്പം അനീഷിനെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അനീഷിനെ, പിന്നെ എന്തുകൊണ്ട് അനിമോളെ സേഫ് ആക്കുന്ന അനീഷിനെ പറയാൻ എന്താണെന്ന് ചോദിച്ചിട്ട് അനീഷിനോട് ചോദിക്കുന്നത്, കണ്ടോ അനീഷ് ഷാനവാസ് പറഞ്ഞ കേട്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പം ലാലേട്ട ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഞാനും അനീഷും കഴിഞ്ഞാൽ ആരെയെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഞാൻ 100% അനീഷിനെ തന്നെ പറയത്തുള്ളൂ, അല്ല ഞാൻ വേറെ ആരെയും പറയത്തില്ല, എനിക്കിവിടെ നിൽക്കുന്നത് അനീഷ് നിൽക്കുന്നതാണ് ഇഷ്ടം, ഞാൻ അങ്ങനെ ഓർത്തത് കൊണ്ടാണ്. അപ്പം അനീഷിനോട് ലാലേട്ടൻ പറയുന്നത്, എന്നാലും അനീഷിനെയാണല്ലോ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ഷാനവാസ് അനീഷിനോട് കൈകൊണ്ട് കാണിക്കുന്നതല്ല, എനിക്ക് നിന്നെയാണ് ഇഷ്ടം, ഞാൻ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് പറഞ്ഞു പോയതാണ്, ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത്, നമ്മളൊഴിച്ചാൽ ബാക്കി ആരെയെന്നാണ് ഓർത്ത, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് പറയുന്നത്. അപ്പോൾ അനീഷ് നിന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ലാലേട്ടൻ പറയുന്നു, എങ്കിൽ നിങ്ങൾ രണ്ടുപേരും സേഫ് ആയെന്ന് പറയുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും സേഫായി. ബാക്കി നാളത്തെ ഇതിലാണ് എവിക്റ്റഡ് പറയുന്നത്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.